അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത് അസ്ഥി സംബന്ധമായ ഒരു രോഗമെന്നാണ് കേരള കോൺഗ്രസ്സുകാരനായ പ്രോത്താസിസ് വിചാരിച്ചിരുന്നത് ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്നതിന് മുമ്പ് വരെ. എന്നാൽ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുകയും ബുദ്ധിജീവികളുമായി കൂട്ടുകൂടുകയും ചെയ്ത അയാൾ തന്റെ കുടുംബം പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. അതാണ് ബിനോയ് തോമസ് എഴുതിയ പ്രോത്താസിന്റെ ഇതിഹാസത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതിവൃത്തം. ബുദ്ധിജീവികൾക്കും സാഹിത്യത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിരാജിക്കുന്നവർക്കും നല്ല കൊട്ടുകൂടി കൊടുക്കുന്നുണ്ട് ഈ നോവൽ. ഖസാക്കിലെ രവി നല്ലവനോ കെട്ടവനോ, ഇത് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം വലിയൊരു യാഥാർത്ഥ്യം കൂടി ഈ നോവൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. OV വിജയനും ബഷീറും ഒക്കെ അവരുടെ അപ്പോഴത്തെ മൂഡും ജീവിതാവസ്ഥയും അനുസരിച്ച് എഴുതിയതാണ് ഈ ഫിക്ഷനുകളെല്ലാം. അതിൽ നിന്നും ജീവിത ദർശനങ്ങൾ എടുക്കാൻ നിൽക്കരുത്. മറ്റൊരു നോവല കൂടിയുണ്ട് ഈ പുസ്തകത്തിൽ, നല്ലവരുടെ നഗരം. ചുരുളി എന്ന കുറ്റവാളികളുടെ ഗ്രാമം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിൻ്റെ നേരെ എതിർക്കഥയാണ് നന. ഇവിടെയും ഷാജീവൻ ഗുസ്തി എന്ന പേരിൽ എത്തുന്നുണ്ട്. നനയിലെ ഒരേ